കേറി പാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഈ സിനിമയിൽ പഞ്ചാബികൾ എത്ര വർഷമായി കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്? പഞ്ചാബികൾ തലയിൽ എല്ലാം കിട്ടൊക്കെ വെച്ച് അറിയോ? പഞ്ചാബി, ബംഗാളി അറിയോ? പഞ്ചാബി അറിയോ? പഞ്ചാബിയും ബംഗാളി അറിയാം. പഞ്ചാബിയും ബംഗാളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഞ്ചാബികൾ പഞ്ചാബിയിലാണ്, ബംഗാളി ബംഗാളിയിലാണ്. ഓ, എന്തൊരു ബുദ്ധി! എന്റെ അമ്മേ, പഞ്ചാബി തലേ കെട്ടും. പിന്നെ എന്താ പറയാ, പഞ്ചാബികള് പഞ്ചാബിലല്ലേ, ബംഗാളികള് എന്താ പറയണ്ടേ, ആസാമിലും അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. കേരളത്തിലും ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ അല്ലേ? ഭയങ്കരം കേട്ടാ, ഈ തല വെളി കാണിക്കരുത് കേട്ടാ. കാരണം പഞ്ചാബി പറയും, ബംഗാളി പറയും. അയ്യോ. A 25, B 45, C 40. എത്ര വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നതാണ്. സിനിമയ്ക്കത്താണോ പറയുന്നേണോ? അല്ല, വെളിയില്. A 25, B 45, C 40. ഡൗട്ട് ചോദിച്ചൂടെ? പിന്നെ ഞാൻ ഇത് പഞ്ചാബി ഹൗസിൽ നിന്നാണ് ഇതെല്ലാം പറഞ്ഞതല്ലേ. പിന്നെ എന്തായിരുന്നു എപ്പോഴും എടുത്തിട്ട് ചോദിക്കുന്നത് ഇതിനകത്താണോ വെളിയിലാണ് അകത്താണെന്നൊക്കെ? A 25, B 45, C 40. ക്യൂ ഒന്നും ഞാൻ തരില്ല. ക്യൂ നിൽക്കാനും എനിക്കിഷ്ടമില്ല. ഇവിടെ ബെവറേജസ് കോർപ്പറേഷൻ കണ്ടിട്ടില്ല, എന്റെ നടയിൽ കണ്ടിട്ടില്ല ക്യൂ. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്താ ക്യൂ നിൽക്കുന്ന ഇഷ്ടമല്ല. പെട്ടെന്ന് പോയാൽ കിട്ടുമല്ലോ. ഇല്ല. എന്താ പറഞ്ഞേ? സാർ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് ഞാൻ കാറിൽ ബിവറേജിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടേ. സാറിന്റെ ഫേസ് കണ്ടാ അറിയാലോ. അത് തന്നെ ചോദിച്ചു. ഞാൻ വേണ്ടത് അവരെന്നെ തരുമല്ലോ. ഞാൻ വീട്ടിൽ ഇരുന്നാ മതിയല്ലോ, കൊണ്ടുതരുമല്ലോ. വീട്ടിൽ ഇരുന്നാലും നേരത്തെ പറഞ്ഞു ഞാൻ ബിവറേജിന്റെ ക്യൂ നിൽക്കേണ്ട, വെളിയിൽ നിന്നിട്ട് കണ്ണ് കാണിച്ച ഉടനെ സാധനം കൊണ്ട് തരുമല്ലോ. പോകുന്ന വഴി കഴിക്കണമെന്ന് തോന്നിയാലേ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുഖം കാണിച്ചാൽ മതിയല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവും. എന്നിട്ട് അവർ കൊണ്ടുതരും. എന്തിനാ വെറുതെ ക്യൂ നിൽക്കുന്നേ? ഇതിനെ എവിടുന്നാ കൊണ്ടുവന്നേ? എത്ര വർഷമായി കേരളത്തിലുണ്ടെന്ന് പറയുന്നു? 25, 45, 40. 40. അല്ല, കൂടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അനിയനോ? അവനോട് ചോദിക്കാം. വിളിക്ക്. എടാ മോനെ, എവിടെ? എടാ, നീ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? എടാ നീ ഒന്ന് പറയടാ, അറിയാവോ നിനക്ക്? 40 ആണെന്ന് തോന്നുന്നു. 40. അവൻ പറഞ്ഞോ കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്നോ? അവൻ സിനിമ പ്രാന്തനാ, അപ്പൊ അവനറിയാം. സിനിമ എങ്ങോട്ടേ അറിയാവോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ആണോടെ? പേരെന്തുവാ? അക്ഷയ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ ITI പഠിക്കുന്നു. വലിയ ആളാണല്ലേ? ITI. അത് ശരി. മാലയുണ്ട്, വളയുണ്ട്, കണ്ടാൽ സുമുഖൻ, സുന്ദരൻ. ഞാൻ എടുത്തിട്ട് പോട്ടെട്ടാ 40-ന്. അല്ല കറക്റ്റ് ആണോ? അല്ല സോറി, ശരിയാണോ? ഞാനിത് ഇവിടെ ഉത്തരം പറഞ്ഞായിരിക്കുന്ന ആള്, ഞാനിവിടെ ചോദിക്കാനിരിക്കുന്ന ആളാണ്. തെറ്റിപ്പോയ പിന്നെ നമുക്ക് തെറ്റിപ്പോയ ഇവിടുന്ന് എടുത്ത് ദൂരെ കളയും. C 40 ആണോ മക്കളെ? 40 അല്ലേ? C 40 ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ. അക്ഷയ്ക്ക് എത്ര കാമുകളുണ്ട്? സത്യം പറയടാ. അനിയനാ ചേച്ചിയാ? ചേച്ചി. ചേച്ചിയുടെ അടുത്ത് ഒരിക്കലും മോൻ കള്ളം പറയരുത്. അത്ര സത്യസന്ധയായിട്ടുള്ള ഒരു കുട്ടിയാണ് അനുമോള്. കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ? ഇല്ല. അപ്പൊ ഒരിക്കലും കള്ളം പറയരുത്. പറഞ്ഞോ. സിംഗിളോ? ഇവിടെ ആര് പറഞ്ഞു സിംഗിളും ഡബിളും ഒക്കെ? ആര് പറഞ്ഞു? നീ സിംഗിൾ അടിക്കുന്ന അടിച്ചോ, എനിക്കെന്ത്? ഇവിടെ തട്ടുദോശയൊന്നും ഇല്ല സിംഗിൾ എന്ന് പറയാൻ. ഞാൻ നിന്നെ പിടിച്ചോളാം. എന്തായാലും C 40 ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അതാണല്ലോ ഇതിന്റെ ഒരു ശരി. അത് എന്താണ് ഇത്? അത് ഓക്കെ. അപ്പൊ ഇതിപ്പോഴും എന്റെ അക്കൗണ്ടിൽ പോയി കാണുമോ? ചിലപ്പോ പോയി കാണും, ചിലപ്പോ വഴിക്ക് നിൽക്കും. അതിന് ചിലപ്പോ പെടുക്കാനൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞേ കൊണ്ട് അങ്ങ് കയറത്തുള്ളൂ. ഓക്കെ, അടുത്ത. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോവാണ്. നാളെ 8 മണിക്ക് വരാം. വരുമോ? അതുവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സ്വീറ്റ് ഡ്രീംസ്.